ശാന്തി 9-10-25. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ മുള്ളിൽ നിന്നും പുഷ്പമായിരിക്കുന്നു. നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും സുഖം നൽകണം. നിങ്ങൾക്ക് ആർക്കും ദുഃഖം നൽകുവാൻ സാധിക്കില്ല. ചോദ്യം: നല്ല ഫസ്റ്റ് ക്ലാസ് പുരുഷാർത്ഥികളായ കുട്ടികൾ ഏതൊരു വാക്കുകൾ തുറന്ന മനസ്സോടെ പറയും? ഉത്തരം: ബാബ, നമ്മൾ പാസ് വിത്ത് ഓണറായി കാണിക്കും. അങ്ങ് നിശ്ചിന്തമായിരിക്കൂ. അവരുടെ രജിസ്റ്ററും നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ പുരുഷാർത്ഥിയാണ് എന്ന വാക്ക് അവരുടെ മുഖത്ത് നിന്നും ഒരിക്കലും വരില്ല. മായയ്ക്ക് അല്പം പോലും കുലുക്കാൻ സാധിക്കാത്ത വിധത്തിൽ പുരുഷാർത്ഥം ചെയ്ത് മഹാവീരനാകണം. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ആത്മീയ പിതാവിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. നിരാകാരനായ ബാബയുടെ നിരാകാരി കുട്ടികളായ നമ്മൾ ആത്മാക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ സാകാരി ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. ഇവിടെയുള്ളത് നിരാകാരനായ പിതാവും നിരാകാരനായ ടീച്ചറും. ബാക്കി ഈ ഒന്നിന് ഒരു വാല്യൂവുമില്ല. പരിധിയില്ലാത്ത പിതാവായ ശിവ് ബാബ വന്ന് ഈ ഒന്നിന് വാല്യൂ നൽകുന്നു. മോസ്റ്റ് വാല്യൂബിൾ ശിവ് ബാബയാണ്. ആ ഒന്ന് സ്വർഗത്തിൻ്റെ സ്ഥാപനം ചെയ്യുന്നു. എത്ര ഉയർന്ന കാര്യമാണ് ചെയ്യുന്നത്! എത്രത്തോളം ബാബ ഉയർന്നതിലും ഉയർന്നതായി പാടപ്പെടുന്നു, അത്രയും തന്നെ കുട്ടികൾക്കും ഉയർന്നതാകണം. നിങ്ങൾക്കറിയാം, ഏറ്റവും ഉയർന്നതാണ് ബാബ. ഇതും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. തീർച്ചയായും ഇപ്പോൾ സ്വർഗത്തിൻ്റെ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സംഗമയുഗം. സത്യയുഗത്തിനും കലിയുഗത്തിനും ഇടയിലുള്ള പുരുഷോത്തമം ആകുവാനുള്ള സംഗമയുഗം. പുരുഷോത്തമം എന്ന വാക്കിൻ്റെ അർത്ഥവും മനുഷ്യർ അറിയുന്നില്ല. ഉയർന്നതിലും ഉയർന്നവർ തന്നെ പിന്നെ താഴ്ന്നതിലും താഴ്ന്നതായിരിക്കുന്നു. പതീതവും പാവനവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! ആരാണോ ദേവതമാരുടെ പൂജാരി, അവർ സ്വയം വർണ്ണിക്കുന്നു, താങ്കൾ സർവഗുണ സമ്പന്നമാണ്, വിശ്വത്തിൻ്റെ അധികാരിയാണ്. നമ്മൾ വിഷയവൈതരണി നദിയിൽ മുങ്ങി താഴുന്നവരാണ്. വെറുതെ പറയാൻ വേണ്ടി മാത്രം പറയുന്നു, മനസ്സിലാക്കുന്നില്ല. ഡ്രാമ വിചിത്രവും വണ്ടർഫുള്ളുമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൽപ്പകൽപ്പങ്ങളിൽ കേൾക്കുന്നു. ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആർക്കാണോ ബാബയോട് പൂർണ്ണമായ സ്നേഹമുള്ളത്, അവർക്ക് വളരെയധികം ആകർഷണമുണ്ടാകുന്നു. ഇപ്പോൾ ആത്മാവ് ബാബയുമായി എങ്ങനെ കൂടിക്കാഴ്ച നടത്തും? കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് സാകാരത്തിലാണ്. നിരാകാരി ലോകത്തിലാണെങ്കിൽ ആകർഷണത്തിൻ്റെ കാര്യം തന്നെയില്ല. അവിടെയാണെങ്കിൽ സർവരും പവിത്രം തന്നെയാണ്. തുരുമ്പ് മാറിയിരിക്കുന്നു. ആകർഷണത്തിൻ്റെ കാര്യമില്ല. സ്നേഹത്തിൻ്റെ കാര്യം ഇവിടെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള ബാബയെ പൂർണ്ണമായും മുറുകെ പിടിക്കൂ. ബാബ, അങ്ങ് അത്ഭുതം ചെയ്യുന്നു. അങ്ങ് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെയാക്കി മാറ്റുന്നു. വളരെയധികം സ്നേഹം വേണം. സ്നേഹം എന്തുകൊണ്ടില്ല? കാരണം തുരുമ്പ് കയറിയിരിക്കുകയാണ്. ഓർമ്മയുടെ യാത്രയിലൂടെ അല്ലാതെ തുരുമ്പ് മാറുകയില്ല. ഇത്രയും ലൗലിയാവുകയില്ല. പുഷ്പങ്ങളായ നിങ്ങൾക്ക് ഇവിടെ തന്നെയാണ് വിടരേണ്ടത്, പുഷ്പമാകേണ്ടത്. അപ്പോൾ പിന്നെ അവിടെ ജന്മജന്മാന്തരങ്ങളിലേക്ക് പുഷ്പമാകുന്നു. എത്ര സന്തോഷം ഉണ്ടാകേണ്ടതാണ്! നമ്മൾ മുള്ളിൽ നിന്നും പുഷ്പമായിക്കൊണ്ടിരിക്കുന്നു. പുഷ്പം എല്ലായ്പ്പോഴും എല്ലാവർക്കും സുഖം നൽകുന്നു. പുഷ്പങ്ങളെ എല്ലാവരും തൻ്റെ കണ്ണുകളിൽ വയ്ക്കുന്നു. അതിൽ നിന്നും സുഗന്ധമെടുക്കുന്നു.
പുഷ്പങ്ങളുടെ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുന്നു, പനിനീർ ഉണ്ടാക്കുന്നു. ബാബ നിങ്ങളെ മുള്ളുകളിൽ നിന്നും പുഷ്പമാക്കുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് എന്തുകൊണ്ട് സന്തോഷം ഉണ്ടാകുന്നില്ല? ബാബ അത്ഭുതപ്പെടുന്നു. ശിവ് ബാബ നമ്മെ സ്വർഗത്തിലെ പുഷ്പമാക്കുകയാണ്. പുഷ്പങ്ങളും പഴയതാകുമ്പോൾ പിന്നെ പൂർണ്ണമായും വാടിപ്പോകുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ഇപ്പോൾ നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. തമോ പ്രധാന മനുഷ്യരും സദോ പ്രധാന ദേവതമാരും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! ഇതും ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ദേവതയാകുന്നതിനായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ ലഹരി ഉണ്ടായിരിക്കുന്നുവല്ലോ. നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ബാബയിലൂടെ പഠിച്ച് വിശ്വത്തിന്റെ അധികാരിയാകുന്നു. നിങ്ങളുടെ പഠനമാണ് ഫോർ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്ക് വേണ്ടി പഠനം എന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ തന്നെ പറയുന്നു, നമ്മൾ പഠിക്കുന്നത് പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്, പുതിയ ജന്മത്തിലേക്ക് വേണ്ടിയാണ്. കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗതിയും ബാബ മനസ്സിലാക്കിക്കുന്നു. ഗീതയിലുമുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ഗീത പഠിപ്പിക്കുന്നവർക്കും അറിയില്ല. ഇപ്പോൾ ബാബയിലൂടെ നിങ്ങൾ അറിഞ്ഞു, സത്യയുഗത്തിലെ കർമ്മം അകർമ്മമാകുന്നു. പിന്നെ രാവണ രാജ്യത്തിൽ കർമ്മം വികർമ്മമാകുവാൻ തുടങ്ങുന്നു. 63 ജന്മം നിങ്ങൾ ഇങ്ങനെ കർമ്മം ചെയ്തു വന്നിരിക്കുന്നു. വികർമ്മങ്ങളുടെ ഭാരം ശിരസിൽ വളരെയധികമുണ്ട്. എല്ലാ ആത്മാക്കളും പാപാത്മാക്കളായിരിക്കുന്നു. ഇപ്പോൾ ആ പാസ്റ്റിലെ വികർമ്മങ്ങൾ എങ്ങനെ മുറിക്കും? നിങ്ങൾക്കറിയാം, ആദ്യം സദോ പ്രധാനമായിരുന്നു, പിന്നെ 84 ജന്മങ്ങൾ എടുക്കുന്നു. ബാബ ഡ്രാമയുടെ തിരിച്ചറിവ് നൽകിയിരിക്കുന്നു. ആര് ആദ്യം വരുമോ, ആദ്യം ആരുടെ രാജ്യമായിരിക്കുമോ അവർ തന്നെയായിരിക്കും 84 ജന്മങ്ങൾ എടുക്കുന്നത്. പിന്നെ ബാബ വന്ന് രാജ്യം ഭാഗ്യം നൽകും. ഇപ്പോൾ നിങ്ങൾ രാജ്യം എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എങ്ങനെ 84ന്റെ ചക്രത്തിൽ കറങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും പവിത്രമാകണം. ബാബയെ ഓർമ്മിച്ച് ആത്മാവ് പവിത്രമായി മാറും. പിന്നെ ഈ പഴയ ശരീരം ഇല്ലാതാകും. കുട്ടികൾക്ക് അപാര സന്തോഷമുണ്ടാകേണ്ടതാണ്. ഈ മഹിമ ഒരിക്കലും എവിടെയും കേട്ടിട്ടുണ്ടാകില്ല. ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ് എന്നത്. അതും മൂന്നും തന്നെ ഉയർന്നതിലും ഉയർന്നതാണ്. സത് പിതാവ്, സത് ടീച്ചർ, സദ്ഗുരു മൂന്നും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫീലിംഗ് വരുന്നു, ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, സർവ ആത്മാക്കളുടെയും പിതാവാണ്. ആ ഒന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, യുക്തി രചിച്ചുകൊണ്ടിരിക്കുന്നു. മാഗസീനിലും നല്ല നല്ല പോയിന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. വർണ്ണചിത്രങ്ങളുള്ള മാഗസീൻ ഇറങ്ങുക സാധ്യമാണ്. അക്ഷരങ്ങൾ ചെറുതായി പോകുന്നു. ചിത്രങ്ങളാണെങ്കിൽ തയ്യാറാക്കിയിട്ടുണ്ട്. എവിടെയും ആർക്കും ഉണ്ടാക്കുവാൻ സാധിക്കും. മുകളിൽ നിന്നും തുടങ്ങി ഓരോ ചിത്രത്തിൻ്റെയും ഓക്കുപേഷൻ നിങ്ങൾക്കറിയാം. ശിവ് ബാബയുടെയും ഓക്കുപേഷൻ നിങ്ങൾ അറിയുന്നു. കുട്ടികൾ അച്ഛൻ്റെ ഓക്കുപേഷൻ തീർച്ചയായും പിതാവിലൂടെ തന്നെയായിരിക്കും അറിയുക. നിങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ല. ചെറിയ കുട്ടികൾ പഠനത്തിലൂടെ എന്തറിയുവാനാണ്? 5 വർഷത്തിനു ശേഷം പഠിക്കുവാൻ ആരംഭിക്കുന്നു. പിന്നെ പഠിച്ച് പല വർഷങ്ങളെടുക്കുന്നു ഉയർന്ന പരീക്ഷ പാസ്സാകുവാൻ. നിങ്ങളാണെങ്കിലോ എത്ര സാധാരണമാണ്. എന്താണ് ആയിത്തീരുന്നത്? വിശ്വത്തിൻ്റെ അധികാരി. നിങ്ങളുടെ എത്ര അലങ്കാരമുണ്ടാകും. ഗോൾഡൻ സ്പൂൺ ഇൻ മൗത്ത്. അവിടെയുള്ളതിൻ്റെ മഹിമ തന്നെയാണ്. ഇപ്പോഴും ഏതെങ്കിലും നല്ല കുട്ടികൾ ശരീരം ഉപേക്ഷിക്കുന്നുവെങ്കിൽ
വളരെ നല്ല വീട്ടിൽ ജന്മമെടുക്കുന്നു. അപ്പോൾ ഗോൾഡൻ സ്പൂൺ ഇൻ മൗത്ത് ലഭിക്കുന്നു. ആരുടെയെങ്കിലും അടുക്കൽ ഇൻ അഡ്വാൻസ് പോകുമല്ലോ. നിർവികാരികളുടെ അടുക്കൽ ഏറ്റവും ആദ്യത്തെ ജന്മം ശ്രീകൃഷ്ണൻ തന്നെയാണ് എടുക്കേണ്ടത്. ബാക്കി ആരെല്ലാം പോകുമോ അവർ വികാരിയുടെ അടുക്കലായിരിക്കും ജന്മമെടുക്കുന്നത്. പക്ഷേ ഗർഭത്തിൽ ഇത്രയും ശിക്ഷകൾ അനുഭവിക്കുകയില്ല. വളരെ നല്ല വീട്ടിൽ ജന്മമെടുക്കും. ശിക്ഷകൾ മുറിഞ്ഞു ബാക്കി ഒരൽപ്പം കാണും. ഇത്രയും ദുഃഖമുണ്ടാകില്ല. മുന്നോട്ട് പോകുമ്പോൾ നോക്കണം, നിങ്ങളുടെ അടുക്കൽ വലിയ വലിയ വീട്ടിലെ കുട്ടികൾ പ്രിൻസസ് എങ്ങനെ വരുന്നു എന്ന്. ബാബ നിങ്ങളുടെ എത്ര മഹിമ ചെയ്യുന്നു. നിങ്ങളെ ഞാൻ എന്നേക്കാളും ഉയർന്നതാക്കി മാറ്റുന്നു. ഇതുപോലെ ഒരു ലൗകിക പിതാവ് കുട്ടികളെ സുഖമുള്ളവരാക്കി മാറ്റുന്നു. 60 വയസ്സായി, പിന്നെ സ്വയം വാനപ്രസ്ഥത്തിൽ പോകുന്നു. ഭക്തിയിൽ മുഴുകുന്നു. ജ്ഞാനമാകട്ടെ ആർക്കും നൽകുവാൻ സാധിക്കില്ല. ജ്ഞാനത്തിലൂടെ സർവരുടെയും സദ്ഗതി ഞാനാണ് ചെയ്യുന്നത്. നിങ്ങൾ നിമിത്തമായി സർവരുടെയും മംഗളമുണ്ടാകുന്നു. കാരണം നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പുതിയ ലോകം ആവശ്യമാണ്. നിങ്ങൾ എത്ര സന്തോഷിക്കുന്നു. ഇപ്പോൾ വെജിറ്റേറിയൻസിന്റെ കോൺഫറൻസിലും കുട്ടികളായ നിങ്ങൾക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നു. ബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ധൈര്യം കാണിക്കൂ. ഡൽഹി പോലെയുള്ള പട്ടണങ്ങളിൽ പൂർണ്ണമായും ശബ്ദം വ്യാപിക്കട്ടെ. ലോകത്തിൽ അന്ധവിശ്വാസത്തിൻ്റെ ഭക്തി വളരെയധികമുണ്ട്. സത്യയുഗത്തിലും ത്രേതായിലും ഭക്തിയുടെ ഒരു കാര്യവും ഉണ്ടായിരിക്കുന്നില്ല. ആ ഡിപ്പാർട്ട്മെന്റ് വേറെയാണ്. പകുതി കൽപ്പം ജ്ഞാനത്തിൻ്റെ പ്രാപ്തി നടക്കുന്നു. നിങ്ങൾക്ക് 21 ജന്മത്തേക്കുള്ള സമ്പത്ത് ലഭിക്കുന്നു, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും. പിന്നെ 21 തലമുറകൾ നിങ്ങൾ സുഖമുള്ളവരായിരിക്കുന്നു. വാർദ്ധക്യം വരെയും ദുഃഖത്തിൻ്റെ പേരുണ്ടായിരിക്കുകയില്ല. ഫുൾ ആയുസ്സും സുഖമുള്ളവരായിരിക്കുന്നു. എത്രത്തോളം സമ്പത്ത് നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. അപ്പോൾ പുരുഷാർത്ഥം പൂർണ്ണമായും ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ കാണുന്നുണ്ട് നമ്പർ വാറായി മാല എങ്ങനെയാണ് തയ്യാറാകുന്നത്. പുരുഷാർത്ഥം അനുസരിച്ചാണ് തയ്യാറാവുക. നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, വണ്ടർഫുൾ ആണ്. സ്കൂളിലും കുട്ടികളെ ലക്ഷ്യസ്ഥാനം വരെ ഓടിക്കുന്നുവല്ലോ. ബാബയും പറയുന്നു, നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനം വരെ ഓടി പിന്നെ ഇവിടേക്ക് തന്നെ വരണം. ഓർമ്മയുടെ യാത്രയിലൂടെ നിങ്ങൾ ഓടിപ്പോകൂ, പിന്നെ നിങ്ങൾ നമ്പർ 1 വരും. മുഖ്യമായത് ഓർമ്മയുടെ യാത്രയാണ്. പറയുന്നു ബാബ, നമ്മൾ മറന്നു പോകുന്നു. ഇത്രയും നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്ന ബാബയെ നിങ്ങൾ മറന്നു പോകുന്നു. കൊടുങ്കാറ്റ് വരും, ബാബ ധൈര്യം നൽകുന്നുവല്ലോ. അതോടൊപ്പം പറയുന്നു, ഇത് യുദ്ധസ്ഥലമാണ്. യുധിഷ്ഠിരൻ എന്നും വാസ്തവത്തിൽ ബാബയെയാണ് പറയേണ്ടത്. ആ ഒന്ന് യുദ്ധം പഠിപ്പിക്കുന്നു. യുധിഷ്ഠിരനാകുന്ന ബാബ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. മായയോട് നിങ്ങൾക്ക് എങ്ങനെ യുദ്ധം ചെയ്യാൻ സാധിക്കും എന്ന്. ഈ സമയം യുദ്ധമൈതാനമാണല്ലോ. ബാബു പറയുന്നു, കാമം മഹാശത്രുവാണ്. അതിനെ ജയിക്കുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീത്താകും. നിങ്ങൾക്ക് മുഖത്തിലൂടെ ഒന്നും തന്നെ ജപിക്കണ്ട, ചെയ്യേണ്ടതൊന്നുമില്ല, മൗനമായിരിക്കണം. ഭക്തിമാർഗത്തിലും എത്ര പ്രയത്നിക്കുന്നു, ഉള്ളിൽ രാമരാമ എന്ന് ജപിക്കുന്നു. അതിനെ തന്നെയാണ് നൗധ ഭക്തി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ തൻ്റെ മാലയിലേതാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ രുദ്രമാലയിലെ മണിയാകുന്നവരാണ്. അതിനെ പിന്നെ പൂജിക്കും. രുദ്രമാലയും രുണ്ടമാലയും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വിഷ്ണുവിൻ്റെ മാലയെയാണ് രുണ്ട് എന്ന് പറയുന്നത്.
നിങ്ങൾ വിഷ്ണുവിൻ്റെ കഴുത്തിലെ മാലയാകുന്നു. എങ്ങനെയാകും? ഓട്ടത്തിൽ വിജയിയാകുമ്പോൾ. ബാബയെ ഓർമ്മിക്കണം. 84ൻ്റെ ചക്രത്തെയും അറിയണം. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. നിങ്ങൾ എങ്ങനെയുള്ള ലൈറ്റ് ഹൗസാണ്? ഒരു കണ്ണിൽ മുക്തിധാമവും ഇനിയൊന്നിൽ ജീവൻ മുക്തിധാമവും. ഈ ചക്രത്തെ അറിയുന്നതിലൂടെ നിങ്ങൾ ചക്രവർത്തി രാജാവും സുഖധാമത്തിൻ്റെ അധികാരിയുമാകും. നിങ്ങളുടെ ആത്മാവ് പറയുന്നു, ഇപ്പോൾ നമ്മൾ ആത്മാക്കൾ തൻ്റെ വീട്ടിലേക്ക് പോകും. വീടിനെ ഓർമ്മിച്ച് പോകും. ഇതാണ് ഓർമ്മയുടെ യാത്ര. നിങ്ങളുടെ യാത്ര നോക്കൂ, എത്ര ഫസ്റ്റ് ക്ലാസ് ആണ്. ബാബ അറിയുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ ഇരിക്കവേ തന്നെ ക്ഷീരസാഗരത്തിലേക്ക് പോകും. വിഷ്ണുവിനെ ക്ഷീരസാഗരത്തിൽ കാണിക്കുന്നുവല്ലോ. ബാബയെ ഓർമ്മിച്ച് ക്ഷീരസാഗരത്തിലേക്ക് പോകും. ക്ഷീരസാഗരം ഇപ്പോഴില്ല. ആരാണോ പൊയ്ക നിർമ്മിച്ചത് തീർച്ചയായും പാല് ഒഴിച്ചിട്ടുണ്ടാകും. മുൻപ് പാൽ വളരെ വിലക്കുറവായിരുന്നു. 1 പൈസയ്ക്ക് പാത്രം നിറയെ വരുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് പൊയ്ക നിറച്ചുകൂടാ? ഇപ്പോഴാണെങ്കിൽ പാൽ എവിടെയുണ്ട്? വെള്ളം തന്നെ വെള്ളമായി കഴിഞ്ഞു. ബാബ നേപ്പാളിൽ കണ്ടിട്ടുണ്ട്, വളരെ വലിയ വിഷ്ണുവിൻ്റെ ചിത്രമുണ്ട്. കറുപ്പായി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിഷ്ണുപുരിയുടെ അധികാരി ആയിക്കൊണ്ടിരിക്കുന്നു. ഓർമ്മയുടെ യാത്രയിലൂടെയും സ്വദർശന ചക്രം തിരിക്കുന്നതിലൂടെയും. ദൈവിക ഗുണങ്ങളും ഇവിടെ ധാരണ ചെയ്യണം. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. പഠിച്ച് നിങ്ങൾ പുരുഷോത്തമരായി മാറും. ആത്മാവിൻ്റെ അധമ അവസ്ഥ വിട്ടുപോകും. ബാബ ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു. ലഹരി കയറേണ്ടതാണ്. പറയുന്നു, ബാബ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. തുറന്ന മനസ്സോടെ പറയൂ, ബാബ നമ്മൾ പാസ് വിത്ത് ഓണറായി കാണിക്കും. അങ്ങ് ചിന്തിക്കാതിരിക്കൂ. ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്ന ഫസ്റ്റ് ക്ലാസ് കുട്ടികൾ, അവരുടെ രജിസ്റ്ററും നല്ലതായിരിക്കും. ബാബയോട് പറയണം, ബാബ അങ്ങ് നിശ്ചിന്തമായിരിക്കൂ, നമ്മൾ ഇങ്ങനെ ആയി കാണിക്കും. ബാബയും അറിയുന്നുണ്ടല്ലോ, വളരെയധികം ടീച്ചേഴ്സ് വളരെ ഫസ്റ്റ് ക്ലാസ് ആണ്. എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് ആകുവാൻ സാധിക്കില്ല. നല്ല നല്ല ടീച്ചേഴ്സിന് അന്യോന്യവും അറിയാം. എല്ലാവരെയും മഹാരഥികളുടെ ലൈനിൽ കൊണ്ടുവരുവാൻ സാധിക്കില്ല. നല്ല വലിയ വലിയ സെൻറ്റേഴ്സ് തുറക്കൂ. അപ്പോൾ വലിയ വലിയ വ്യക്തികൾ വരും. കഴിഞ്ഞ കൽപ്പത്തിലും കാണിക്കപ്പെട്ട് നിറഞ്ഞിരുന്നു. സാവൽ ഷാ ആകുന്ന ബാബ ഹുണ്ടി തീർച്ചയായും നിറയ്ക്കും. 2 അച്ഛനും ധാരാളം കുട്ടികളുള്ളവരാണ്. പ്രജാപിത ബ്രഹ്മാവിന് എത്ര കുട്ടികളാണുള്ളത്? ചിലർ ദരിദ്രം, ചിലർ സാധാരണം, ചിലർ ധനികർ. കഴിഞ്ഞ കൽപ്പത്തിലും ഈ ഒന്നിലൂടെ രാജധാനി സ്ഥാപിതമായിരുന്നു. അതിനെ ദൈവിക രാജസ്ഥാൻ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആസുരീയ രാജസ്ഥാനാണ്. മുഴുവൻ വിശ്വവും ദൈവിക രാജസ്ഥാനം ആയിരുന്നു. ഇത്രയും ഖണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ ഡൽഹി യമുനയുടെ തീരത്തായിരുന്നു. അതിനെ ദേവസ്ഥാനം എന്ന് പറയുന്നു. അവിടെയുള്ള നദികളും മറ്റും ഉയരുകയില്ല. ഇപ്പോഴാണെങ്കിൽ എത്ര ഉയരുന്നു? ഡാമുകൾ പൊട്ടിപ്പോകുന്നു. നമ്മൾ പ്രകൃതിയുടെ ദാസരായതുപോലെയാണ്. പിന്നീട് നിങ്ങൾ അധികാരിയായി മാറും. അവിടെ മായയ്ക്ക് അപകീർത്തി ചെയ്യുവാനായി ശക്തി ഉണ്ടായിരിക്കുകയില്ല. ഭൂമിക്ക് കുലുക്കുവാനുള്ള ശക്തിയില്ല. നിങ്ങൾക്കും മഹാവീരനാകേണ്ടതുണ്ട്. ഹനുമാനെ മഹാവീരൻ എന്ന് പറയുന്നുവല്ലോ. ബാബു പറയുന്നു, നിങ്ങളെല്ലാവരും മഹാവീരന്മാരാണ്. മഹാവീരന്മാരായ കുട്ടികൾ ഒരിക്കലും കുലുങ്ങുക സാധ്യമല്ല.
മഹാവീരന്റെയും മഹാവീരിണിയുടെയും ക്ഷേത്രം ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും പേരുടെ എല്ലാം ചിത്രം വയ്ക്കുകയില്ല, മോഡൽ രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഭാരതത്തെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ എത്ര സന്തോഷമുണ്ടാകേണ്ടതാണ്, എത്ര നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അവഗുണങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കൂ. സദാ ഹർഷിതമായിരിക്കണം. കൊടുങ്കാറ്റ് വരുമ്പോഴാണ് മഹാവീരിണിയുടെ ശക്തി കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ എത്ര ബലവാനാകുന്നുവോ അത്രയും കൊടുങ്കാറ്റ് വരും. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്ത് മഹാവീരൻ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്പർ 1 പുരുഷാർത്ഥം അനുസരിച്ച്. ജ്ഞാനത്തിൻ്റെ സാഗരം ബാബ തന്നെയാണ്. ബാക്കി എല്ലാ ശാസ്ത്രങ്ങളും മറ്റും ഭക്തിമാർഗത്തിൻ്റെ സാമഗ്രികളാണ്. നിങ്ങളെ സംബന്ധിച്ച് പുരുഷോത്തമ സംഗമയുഗമാണ്. കൃഷ്ണന്റെ ആത്മാവ് ഇവിടെ തന്നെ ഇരിക്കുന്നു. ഭാഗീരഥൻ ഇതാണ്. അതുപോലെ നിങ്ങളെല്ലാവരും ഭാഗീരഥനാണ്, ഭാഗ്യശാലികളാണല്ലോ. ഭക്തിമാർഗത്തിൽ ബാബയ്ക്ക് ആരുടെയും സാക്ഷാത്കാരം ചെയ്യിക്കുവാൻ സാധിക്കും. ഇത് കാരണം മനുഷ്യർ സർവവ്യാപി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതും ഡ്രാമയുടെ ഭാവിയാണ്. കുട്ടികളായ നിങ്ങൾ വളരെ ഉയർന്ന പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആത്മാവിൽ ഏതൊരു തുരുമ്പ് കയറിയിട്ടുണ്ട് അതിനെ ഓർമ്മയുടെ യാത്രയിലൂടെ മാറ്റി വളരെ ലവ്ലി ആകണം. സദാ ബാബയുടെ ആകർഷണം ഉണ്ടാകുന്ന വിധത്തിൽ സ്നേഹം ഉണ്ടായിരിക്കണം. മായയുടെ കൊടുങ്കാറ്റുകളിൽ ഭയപ്പെടരുത്. മഹാവീരനാകണം. തൻ്റെ അവഗുണങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കണം. സദാ ഹർഷിതമായിരിക്കണം. ഒരിക്കലും കുലുങ്ങരുത്. വരദാനം: ശുദ്ധ സങ്കല്പങ്ങളുടെ ശക്തിയുടെ സ്റ്റോക്കിലൂടെ മനസ്സാ സേവനത്തിൻ്റെ സഹജ അനുഭവിയായി ഭവിക്കട്ടെ. അന്തർമുഖിയായി ശുദ്ധ സങ്കല്പങ്ങളുടെ ശക്തിയുടെ സ്റ്റോക്ക് ശേഖരിക്കൂ. ഈ ശുദ്ധ സങ്കല്പങ്ങളുടെ ശക്തി സഹജമായി തന്നെ തൻ്റെ വ്യർത്ഥ സങ്കല്പങ്ങളെ സമാപ്തമാക്കും. മറ്റുള്ളവരെയും ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും സ്വരൂപത്തിലൂടെ പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കും. ശുദ്ധ സങ്കല്പങ്ങളുടെ സ്റ്റോക്ക് ശേഖരിക്കുന്നതിന് വേണ്ടി മുരളിയുടെ ഓരോ പോയിന്റും കേൾക്കുന്നതിനോടൊപ്പം ശക്തിയുടെ രൂപത്തിൽ ഓരോ സമയത്തും കാര്യത്തിൽ വിനിയോഗിക്കൂ. എത്രത്തോളം ശുദ്ധ സങ്കല്പങ്ങളുടെ ശക്തിയുടെ സ്റ്റോക്ക് ശേഖരിക്കപ്പെടുമോ അത്രയും മനസ്സാ സേവനത്തിൻ്റെ സഹജ അനുഭവി ആയിക്കൊണ്ടിരിക്കും. സ്ലോഗൻ: മനസ്സിൽ നിന്നും സദാകാലത്തേക്ക് ഈർഷ്യയ്ക്കും ദ്വേഷത്തിനും വിട നൽകൂ. അപ്പോൾ വിജയം ഉണ്ടാകും. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. എത്രത്തോളം ഇപ്പോൾ ശരീരവും മനസ്സും ധനവും സമയവും വിനിയോഗിക്കുന്നുവോ അതിനേക്കാൾ മനസ്സാ ശക്തികളിലൂടെ സേവനം ചെയ്യുന്നതിലൂടെ വളരെ ചുരുങ്ങിയ സമയത്തിൽ സഫലത കൂടുതൽ ലഭിക്കും. ഇപ്പോൾ തന്നെ പ്രതി ഇടയ്ക്കിടയ്ക്ക് ഏതൊരു പ്രയത്നമാണോ ചെയ്യേണ്ടി വരുന്നത്, തൻ്റെ നേച്ചറിനെ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റേത് അഥവാ സംഘടനയിൽ നടക്കുന്നതിൻ്റേത് അഥവാ സേവനത്തിൽ ചിലപ്പോൾ സഫലതയുടെ കുറവ് കണ്ട് നിരാശമാകുന്നതിൻ്റേത്, ഇതെല്ലാം സമാപ്തമാകും. ഓം ശാന്തി. യുഗ പരിവർത്തനത്തിൻ്റെ
ഈ ശുഭവേളയായ സംഗമ സമയത്തിൽ ഞാൻ എൻ്റെ മൂന്നാമത്തെ നേത്രത്തെ ശക്തിശാലി ആക്കുന്നു. ഈ സ്ഥിതിയിൽ ഒരു ബലം, ഒരു ആശ്രയം എന്ന ദൃഢനിശ്ചയത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവശക്തിവാനായ ബാബയുടെ കുട്ടിയും അധികാരിയുമാണ് ഞാൻ എന്ന ലഹരിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ബാബയുടെ ശക്തിശാലി ഓർമ്മയിൽ ഇരിക്കുന്നു. ബാബ എനിക്ക് സർവശക്തികളുടെയും വരദാനങ്ങൾ തരുന്നു. ഞാൻ ആ ശക്തികൾ സ്വീകരിച്ച് ലൈറ്റ് മൈറ്റ് സ്വരൂപമായി മാറുന്നു. ഈ ശക്തിശാലി യോഗത്തിൽ പ്രജ്വലിതമാകുന്ന യോഗാഗ്നി എൻ്റെ പൂർവ വ്യർത്ഥ സംസ്കാരങ്ങളെ ഭസ്മമാക്കുന്നു. എൻ്റെ അനാദിയും ശുദ്ധവും സ്വച്ഛവും ആയ ആത്മസ്വരൂപം ഞാൻ അനുഭവിക്കുന്നു. പ്രഭുപാലനയുടെ ദിവ്യ അനുഭവം എനിക്കുണ്ടാകുന്നു. ബാബയുമായി ഈ പരമോന്നത കൂടിക്കാഴ്ച എന്നിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവം നിറയ്ക്കുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ ഇത് ചെയ്ത് ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ സ്നേഹവും ശക്തികളും ദാനം ചെയ്യുന്നു. चांद किससे, सूरज या चांद किससे तुलना करूं तुम्हारी, तुलना करूं तुम्हारी। रचता है तू सभी का, रचता है तू सभी का, रचना है सब तुम्हारी, रचना है सब तुम्हारी। तू है जहां से न्यारा, तू है जहां से न्यारा। उपमा नहीं जहां में, उपमा नहीं जहां में, तुम सा हसीन